ഇന്നല്ലാഹ ലാ യസ്തഹ്യീ അൻ യദ്രിബ മസലം മാ. ഏതൊരു ഉദാഹരണവും പറയാൻ അല്ലാഹു മടിക്കില്ല. ഉദാഹരണം പറയുന്നത് എന്തിനാ? ജനങ്ങൾക്ക് മനസ്സിലാകാൻ അല്ലേ? കാര്യം മനസ്സിലാകാനല്ലേ ഉദാഹരണം പറയാം. നമ്മളിപ്പോൾ എല്ലാ ക്ലാസ്സിലും ഉദാഹരണങ്ങൾ പറയാറുണ്ട്. ഉദാഹരണം എന്ന് പറഞ്ഞിട്ട് ഞാൻ പറയാത്ത ഒറ്റ ക്ലാസ് ഉണ്ടാവില്ല എന്ന് എൻ്റെ ഓർമ്മ. ഉദാഹരണം പറയാത്ത ഒറ്റ ക്ലാസ് ഉണ്ടാവില്ല. തിൽക്കൽ അംസാലു നദ്രിബുഹാ ലിന്നാസ്, ഖുർആൻ പറഞ്ഞതാണ്. ഈ ഉദാഹരണങ്ങൾ നമ്മൾ ജനങ്ങൾക്ക് വേണ്ടി പറയാണ്, അവർക്ക് മനസ്സിലാകാൻ വേണ്ടി അല്ലേ? അങ്ങനെയല്ലേ ഖുർആൻ പറഞ്ഞു? അവർക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഈ ഉദാഹരണങ്ങൾ പറയുന്നത്. അപ്പൊ ഈ ഉദാഹരണങ്ങൾ അതിനാണ്. അപ്പൊ ആ ഉദാഹരണം ഇന്നതേ പറയാവൂന്ന് നിങ്ങൾ ശഠിക്കരുത്. ശ്രോതാക്കളോട് പറയാണ്, നിങ്ങൾ ഇന്നതേ പറയാവൂന്ന് പറയരുത്. നിങ്ങൾക്ക് ചെറുതായി തോന്നും, നിങ്ങൾക്ക് കൊതുക് ചെറുതായി തോന്നും, ഈച്ച ചെറുതായി തോന്നും, തേനീച്ച ചെറുതായി തോന്നും. സത്യത്തില് അതിൻ്റെ സ്രഷ്ടാവായ റബ്ബിനെ അത് എത്ര വലിയ അത്ഭുതമാണെന്ന് അറിയുള്ളൂ. അപ്പൊ അവൻ എന്ത് ചെയ്യും? അത് വെച്ചിട്ട് അടിപൊളി ഉദാഹരണങ്ങൾ പറയും. ആ ഉദാഹരണത്തിൽ പഠിക്കാൻ കനമുള്ള പാഠങ്ങൾ ഉണ്ടാകും. കനമുള്ള വിചാരങ്ങളുള്ള, നിങ്ങൾ നിസ്സാരമെന്ന് കരുതുന്ന പലതും അള്ളാഹു ഉദാഹരണത്തിന് വേണ്ടി എടുക്കും. അതിന് അള്ളാഹുവിന് ഒട്ടും മടിയില്ല. നിങ്ങൾ പറഞ്ഞു എന്നുള്ളതുകൊണ്ട് അത് നിർത്തൂല. ഇന്നല്ലാഹ ലാ യസ്തഹ്യീ അൻ യദ്രിബ മസലം മാ. ഏത് ഉദാഹരണം പറയാനും, കാര്യം മനസ്സിലാക്കി കൊടുക്കാൻ ഏത് ഉദാഹരണം പറയാനും അള്ളാഹു മടിക്കൂല. ബഊലതൻ, അതൊരു കൊതുകാകാം. ഫമാ ഫൗഖഹ, അതിൻ്റെ മുകളിലുള്ളതും ആവാം. ഈ മുകളിലുള്ളത് എന്നുള്ളതിന് രണ്ടർത്ഥമാണ് മുഫസ്സിറുകൾ പറഞ്ഞത്. നമ്മൾ മുകളിലുള്ളത് എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ വലുത് എന്ന് അർത്ഥം വെക്കുക. അറബിയിലാകുമ്പോൾ ഇങ്ങോട്ടും വെക്കാം അങ്ങോട്ടും വെക്കാം. അതാണ് അതിൻ്റെ പ്രത്യേകത. ഫമാ ഫൗഖഹ ഫി ദില്ല വസ്സിഗർ, ചെറുപ്പത്തിലും നിന്ദ്യതയുടെ കാര്യത്തിലും ചെറുതാണെന്ന കാര്യത്തിലും അതിൻ്റെയും മുകളിലുള്ളതാണ് അതിനേക്കാളും ചെറുത്. ചെറുതാണെന്ന വിഷയത്തിൽ അതിൻ്റെ മുകളിൽ പറയുമ്പോൾ അതിനേക്കാൾ ചെറുത്, അതിൻ്റെ മുകളിലുള്ളത് എന്നാൽ വലുപ്പത്തിൽ അങ്ങനെയാവാം. അപ്പം ഫമാ ഫൗഖഹ എന്നുള്ളത് ഒരു വെടിക്ക് രണ്ടു പക്ഷിയാണ്. കൊതുകാവട്ടെ കൊതുകിനേക്കാൾ ചെറുതാവട്ടെ കൊതുകിനേക്കാൾ വലുതാവട്ടെ, അത് രണ്ടും കൂടെ ഉൾപ്പെടുത്താനാണ് ബഊലതൻ ഫമാ ഫൗഖഹ എന്ന് പറഞ്ഞത്. അതിന് പറ്റുന്ന പദാണ്, അടിപൊളി പദാണ്. അപ്പൊ മസലം ബഊലതൻ ഫമാ ഫൗഖഹ, കൊതുകാകാം, കൊതുകിനേക്കാൾ ചെറുതാവാം, കൊതുകിനേക്കാൾ വലുതാകാം, എല്ലാം ആവാം. എന്താണ് ഇവർക്കുള്ള മറുപടി? നോക്കുങ്ങൾ. അല്ലാഹു തആല എത്ര ഭംഗിയായിട്ടാണ് അത് പറഞ്ഞത്. കൊതുകിനേക്കാൾ വലുതാകാ, കൊതുകിനേക്കാൾ ചെറുതാവാ എന്ന് പറഞ്ഞു. ചെറുതായാലും വലുതായാലും സത്യം പഠിപ്പിക്കാൻ വേണ്ടി അള്ളാഹു ഏത് സൃഷ്ടിയെയും ഉദാഹരണം പറയാൻ മടിക്കൂല. വിശ്വാസികൾ ഇത്തരം ഉദാഹരണങ്ങളിൽ നിന്ന് അതിൻ്റെ കാതലായ വശം മനസ്സിലാക്കും, അതിൽ നിന്ന് വിജ്ഞാനം നേടും. അവിശ്വാസികൾ ഇതിനെ മക്കാറാക്കി അനാവശ്യ ചോദ്യങ്ങൾ ഉയർത്തി അതിനെ തള്ളിക്കളയും. ഇതാണ് അവരുടെ രീതി. അതാണ് ഇനി പറയാൻ പോകുന്നത്. ഒരു മെഡിക്കൽ പ്രൊഫസർ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ അയാളുടെ ക്ലാസ്സിൽ അയാൾ പറയാണ്, ചെറിയ ഒരു കൊതുക്, മോസ്കിറ്റോ, ഒരു ചെറിയ കൊതുക്, ആ കൊതുക് മലേറിയ, ഡെങ്കിപ്പനി ഒക്കെ പരത്തുന്ന ഭീമനാണ് കേട്ടോ, നിങ്ങൾ കരുതണം. വലിപ്പത്തിലല്ല ഭീമെന്ന് പറഞ്ഞത്, വലിയ അപകടകാരിയാണ് കേട്ടോ, ഡേഞ്ചറസ് ആണ് കൊതുക് എന്ന് ഒരു മെഡിക്കൽ കോളേജ് പ്രൊഫസർ എന്നോടും നിങ്ങളോടും പറയുകയാണെങ്കിൽ ഗുരുതര രോഗങ്ങൾ പകർത്തുന്ന വലിയ ആളാവൻ, ഇവനെ കരുതണട്ടോ ഈ കൊതുകിനെ എന്ന് പറഞ്ഞാൽ, ബോധവാന്മാർ, അന്തമുള്ളവർ ഉടനെ തന്നെ കരുതൽ നടപടി സ്വീകരിക്കും. വീടും പരിസരവും ഒക്കെ കൊതുക് വരാതെ, കൊതുക് മുട്ടയിടാതെ കെട്ടി നിൽക്കുന്ന വെള്ളം ഉണ്ടെങ്കിൽ അതൊക്കെ ശുദ്ധീകരിച്ച് അതിൽ നിന്നൊക്കെ രക്ഷ നേടാൻ നോക്കും അന്തമുള്ളവർ. അല്ലാത്ത അന്തം കുറഞ്ഞ മനുഷ്യന്മാരോ അവര് ചോദിക്കും, ഈ ചെറിയ ജീവിയോ, ഈ ചെറിയ കൊതുക ഇത് മലേറിയ കൊണ്ടുവരത്രേ, ഇത് ഡെങ്കിപ്പനി കൊണ്ടുവരത്രേ, എന്തേ മുമ്പ് ഇവിടെ കൊതുകില്ലായിരുന്നു, മുമ്പ് ഇവിടെ വവ്വാലില്ലായിരുന്നോ എന്ന് വെച്ചില്ലേ, അതിൽ പെട്ടതാ. ഇത് എന്തേ ഇവിടെ മുമ്പ് കൊതുകില്ലായിരുന്നോ, ഇങ്ങനെ ചോദിച്ചിട്ട് അതിനെ ചെറുതാക്കാൻ ശ്രമിക്കുക. ഇതാ ഒരു ആനക്കാര്യം. കൊതുക് നിർമ്മാർജ്ജനം എന്ന് പറഞ്ഞിട്ട് അതിനെ അവഗണിക്കും. പക്ഷെ പ്രൊഫസർക്ക് കാര്യം അറിയുന്നത് കൊണ്ടാണ് പ്രൊഫസർ ഗൗരവപൂർവ്വം പറഞ്ഞത്.
എന്നതുപോലെ കൊതുകാരാന്ന് അറിയുന്ന അള്ളാഹു കൊതുകിനെ ഉദാഹരണം പറയുന്നു. നിങ്ങൾക്ക് കൊതുകിനെ പറ്റി അറിയില്ലെങ്കിൽ മിണ്ടാതെ അവിടെ ഇരിക്കുന്നു. എന്താണ് അള്ളാഹ് പറയുന്നത്? അതുപോലെയാണ് അള്ളാഹുവിന് സൃഷ്ടിയുടെ വലിപ്പത്തിലല്ല പ്രാധാന്യം. സൃഷ്ടിയുടെ വലിപ്പമല്ല പടച്ചോ നോക്കുന്നത്, അതിലൂടെ പഠിപ്പിക്കപ്പെടുന്ന സത്യത്തിന്റെ കടുപ്പാണ് അള്ളാഹു നോക്കുന്നത്. അതിനെത്ര വലിപ്പമുണ്ട് എന്നാണ് നോക്കുന്നത്. സൃഷ്ടി ചെറുതോ വലുതോ എന്നുള്ളതല്ല. എന്തുകൊണ്ടാണ് കൊതുകന്നെയാണല്ലോ അള്ളാഹു ഉദാഹരണം പറയുക, അതെന്നെ അടുത്തല്ലോ അള്ളാഹു. കാരണം എന്താ? കാരണം ഏറ്റവും ചെറുതെന്നും നിസ്സാരമെന്നും മനുഷ്യൻ കരുതുന്ന ജീവികളിൽ ഒന്നാണ് കൊതുക്. എന്നാൽ ഇന്ന് ശാസ്ത്രം പഠിപ്പിക്കുന്നത് നിങ്ങൾ കേൾക്കുമ്പോൾ ഞെട്ടിപ്പോകും. ഞാൻ ഇതേക്കുറിച്ച് നേരത്തെ നമ്മുടെ കൊണ്ടോട്ടി ദഅവാ കോളേജിലെ മക്കൾ എന്നെ ഒരു ക്ലാസ്സിന് വേണ്ടി ക്ഷണിച്ചിരുന്നു. ഖുർആനിലെ ചെറുജീവികൾ എന്ന് പറഞ്ഞിട്ടൊരു ടോപ്പിക് അവതരിപ്പിക്കാൻ വേണ്ടി വിളിച്ചിരുന്നു. 2 മണിക്കൂർ അവതരിപ്പിക്കാൻ വേണ്ടി. ഞാൻ അന്ന് പഠിച്ച ഒരു പഠനത്തിൽ നിന്ന് കുറച്ച് കാര്യങ്ങൾ പറയാം. ഭയങ്കര സംഭവമാണ്. അതിൽ ബാക്കിയുള്ളതിലേക്കൊന്നും വരുന്നില്ല കേട്ടോ. ഈച്ചണ്ട്, കൊതുകുണ്ട്, തേനീച്ചുണ്ട്, ചിലന്തിയുണ്ട്. ഖുർആൻ പരാമർശിച്ച ചെറിയ ജീവികളെക്കുറിച്ച് മാത്രമാണ് അന്ന് ഞാൻ ചർച്ച ചെയ്തത്. അതിൽ കൊതുകിനെ പറ്റി അന്ന് പഠിച്ചു. ഒന്ന് പഠനം നടത്തി നോക്കി. അപ്പോഴല്ലേ അള്ള ഈ പറഞ്ഞതിൻ്റെ വലിപ്പം തിരിയണത്. ഇന്നല്ലാഹ ലാ യസ്തഹീ അൻ യദ്രിബ മസലൻ മാ ബഊലതൻ ഫമാ ഫൗകഹ. വെറുതെ അല്ല. ഈ മോസ്കിറ്റോ, കൊതുക് എന്ന് പറഞ്ഞ സാധനം ചെറിയൊരു ജീവിയാണെങ്കിലും അത്ഭുതകരമായ ജൈവ സാങ്കേതിക സംവിധാനമുള്ള വലിയൊരു പടപ്പാണത്. വലിയ പടപ്പ. കൊതുകെ നമ്മൾ കണ്ട ആളല്ല, അത്ര മോശക്കാരനല്ല. നിങ്ങളെന്ന് വിളിക്കേണ്ട ആളാ. നിങ്ങളെന്ന് വിളിക്കേണ്ട ആളാണ്. അതിവേഗത്തിൽ പറക്കാൻ കഴിയും എന്നുള്ളതാണ് അതിൻ്റെ മാസ്റ്റർ പീസ്. നിങ്ങൾക്ക് ഒരിക്കലും തോന്നുന്നുണ്ടാവില്ലല്ലേ അത്ര വേഗത്തിൽ പറക്കും. പറക്കുക പറഞ്ഞാൽ അതിവേഗം പറന്ന് പോകുക എന്നുള്ളതല്ല, അതിൻ്റെ ചിറകടിക്കാനുള്ള ശക്തി. ഒരു സെക്കൻഡിൽ. ഇതൊക്കെ കേട്ടാൽ നമുക്ക് തന്നെ വിശ്വാസം വരില്ല. ശാസ്ത്രം പറയുന്നത് കേൾക്കുമ്പം ഇതിപ്പോൾ കൃത്യമായ പരീക്ഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ സയൻസ് പറഞ്ഞതാണ്. ഒരു സെക്കൻഡിൽ, ഒരു മിനിറ്റിലല്ല ഈ പറയുന്നത് കേട്ടോ, ഒരു സെക്കൻഡിൽ ടക്ക് എന്ന് പറയുന്ന സമയം കൊണ്ട് 300-600 തവണ വരെ ചിറക് ആവർത്തിച്ചടിക്കും. സുബ്ഹാന മൻ ജല്ല ജലാലു. കൊതുക്. ആ കൊതുകിൻ്റെ ചിറകിൻ്റെ അരികിൽ, ഇതൊന്നും ഇപ്പം ഞമ്മക്കൊന്നും കാണാൻ കഴിയുന്നില്ല കേട്ടോ, ആ കൊതുകിൻ്റെ ചിറകിൻ്റെ അരികിൽ സൂക്ഷ്മമായ ഫ്രിഞ്ചസ്, അതായത് ചെറിയ നാരുകളുണ്ട്. ചെറിയ നാരുകൾ. ആ നാരുകൾ വായുപ്രവാഹം നിയന്ത്രിക്കുന്നത് കൊണ്ടാണ് ശബ്ദം കുറയുന്നത്. ഇവ വരുമ്പോൾ ശബ്ദം കുറയുന്നത്, കാരണം അത്രയും സ്പീഡിൽ അടിച്ചാൽ ശബ്ദം ഉണ്ടാകും. ആ ശബ്ദം കുറക്കാൻ വേണ്ടി ചിറകിന് ചെറിയ ചെറിയ നാരുകൾ ഒരുപാടെണ്ണം ഉണ്ട്. ഇതൊന്നും ഞമ്മക്കൊന്നും കാണാനില്ല. ഒരു നാര് തന്നെ നമ്മൾ കാണില്ല അല്ലേ? ചിറക് തന്നെ കാണാൻ പ്രയാസം. ഈ കോലത്തിലാണ് അതിൻ്റെ അവസ്ഥ ഉള്ളത്. എന്നിട്ട് ഇത് അത്ഭുതകരമായിട്ട് അവതരിപ്പിക്കുകയാണ്. ഈ സാങ്കേതിക വിദ്യ കൊതുകിൽ എങ്ങനെയാണ് ഇത് ഘടിപ്പിച്ചിരിക്കുന്നത് എന്ന് നോക്കി. ഈ സാങ്കേതിക വിദ്യയാണത്രേ ഡ്രോണുകൾ പറത്താറില്ലേ, നമ്മൾ ഡ്രോണ് പറത്തറില്ലേ, ആ ഡ്രോണിന് ഭയങ്കര ശബ്ദമായിരിക്കും പോകുമ്പോൾ. അതിൻ്റെ ശബ്ദം കുറക്കാൻ വേണ്ടിയിട്ട് ഈ കൊതുകുകളുടെ ചിറകിലെ ഈ ചെറിയ നാരുകളുടെ വിദ്യ കണ്ടുപിടിച്ചിട്ടാണ് ഡ്രോണിൻ്റെ ശബ്ദം പരമാവധി കുറക്കാൻ പറ്റിയത് ശാസ്ത്രത്തിന്. ഇനിയൊന്ന് വായിച്ചു നോക്കിയാണ് ആ ആയത്ത്. ഇന്നല്ലാഹ ലാ യസ്തഹീ അൻ യദ്രിബ മസലൻ മാ ബഊലതൻ ഫമാ ഫൗകഹ. കൊതുക് ചില്ലറക്കാരനല്ല എന്ന് വരികയാണ്. അത്യാധുനിക രീതിയിൽ ഇരയെ തിരിച്ചറിയാൻ കഴിയും. 1 കിലോമീറ്റർ 2 കിലോമീറ്റർ അകലെ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡ്, ശരീരത്തിൻ്റെ ഗന്ധം, ഇതൊക്കെ തിരിച്ചറിഞ്ഞിട്ട് നമ്മൾ അകത്തേക്കെടുത്ത് പുറത്തേക്ക് വിടുന്ന ശ്വാസം കാർബൺ ഡൈ ഓക്സൈഡ്, ഇതും അതുപോലെ ശരീരത്തിൻ്റെ ഗന്ധം, നമ്മുടെ ശരീരത്തിൻ്റെ മണം 1-2 കിലോമീറ്റർ അപ്പുറത്ത് നിന്ന് കിട്ടും അത്രേ. എന്നിട്ട് വന്നിട്ട് അവ ചോരയൂറ്റി കുടിക്കുകയാണ്. അതിൻ്റെ ഇരയെ തെരഞ്ഞുകൊണ്ട് വരികയാണ്. മാത്രമല്ല, ഒരു കൊതുകിന്, കേട്ടോളൂ, ഒരു കൊതുകിന് വലിയ അത്ഭുതമാണ്. ഞാൻ ഇതിൽ ഏറ്റവും അത്ഭുതപ്പെട്ടത് ഈ ഭാഗമാണ്. എന്നെ ഏറ്റവും അത്ഭുതപ്പെടുത്തിയത്, അന്ധിപ്പിച്ചത് ഈ ഭാഗമാണ്. ഒരു കൊതുകിൻ്റെ വായ 6 കത്രികകൾ കൊണ്ട് സംവിധാനിക്കപ്പെട്ടതാണ്. ഒരു കൊതുകിൻ്റെ തൊള്ളയിൽ 6 കത്രികകളാണ്. നമ്മളിപ്പോൾ ഒരു സാധനം കാണുള്ളൂ അല്ലേ, ആ കുത്തിയിറക്കണത് 6 എണ്ണം ഉണ്ട് അത്രേ.
അതിൻ്റെ ഉള്ളിൽ 6 എണ്ണം. എന്താണ് ഈ 6 എണ്ണത്തിൻ്റെ ധർമ്മം? കൃത്യമായിട്ട് പറയുന്നു. കൊതുകിൻ്റെ വായ 6 സൂചികൾ ചേർന്ന സങ്കീർണ ഓപ്പറേറ്റിംഗ് സംവിധാനമാണ്. ഈ ഓപ്പറേഷൻ ചെയ്യുന്ന ആളുകൾ കത്രിക വെച്ചിട്ട് ഓപ്പറേഷൻ ചെയ്യുമ്പോൾ 6 കത്രികകളുണ്ട് ഇതിന്. എന്നിട്ട് 2 എണ്ണം അത് നമ്മുടെ ചർമ്മം മുറിക്കാനാണ്. നമ്മുടെ തോലിൽ വന്നിട്ട് നമ്മുടെ തൊലി മുറിക്കണമല്ലോ, എന്തെങ്കിലും രക്തം കിട്ടുള്ളൂ. 2 കമ്പ് കൊണ്ട് 2 സൂചി കൊണ്ട് ചർമ്മം മുറിക്കും, തൊലി പൊട്ടിക്കും. തൊലി പൊട്ടിച്ചാൽ പോരാ, പിന്നെന്ത് ചെയ്യണം? ആ ചർമ്മം മുറിച്ചതിൻ്റെ ശേഷം 2 എണ്ണം രക്തക്കുഴൽ തുരക്കാനാണ്, തുളക്കാനാണ്. ചെറിയ രക്തക്കുഴലുകൾ ഉണ്ടാവും, വലിയ രക്തക്കുഴലുകളുടെ ആവശ്യം അവർക്കില്ല. ആ ചെറിയ രക്തക്കുഴലുകൾ ഓടിക്കൊണ്ടിരിക്കും സൂക്ഷ്മ, അത് നോക്കിയിട്ട് അത് തുളക്കും 2 എണ്ണം കൊണ്ട്. 2 എണ്ണം കൊണ്ട് സ്കിന്ന് കട്ട് ചെയ്യും, തൊലി കട്ട് ചെയ്യും. 2 എണ്ണം കൊണ്ട് രക്തക്കുഴൽ കട്ട് ചെയ്യും. പിന്നെ 2 എണ്ണം ഉണ്ട് ഇല്ലേ, അതാണ് അത്ഭുതം. അതിൽ 1 എണ്ണത്തിലൂടെ കൊതുകിൻ്റെ ഉമിനീര് ഇങ്ങോട്ട് വിസർജിക്കും നമ്മുടെ ശരീരത്തിലേക്ക്. കൊതുകിൻ്റെ ഉമിനീര് നമ്മുടെ ശരീരത്തിലേക്ക് കടത്തിവിടും ഒരു സൂചിയിലൂടെ. അടുത്ത സൂചിയിലൂടെ മൂപ്പര് രക്തം അങ്ങോട്ട് വലിക്കും. 6 സംവിധാനം. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. ഇന്നല്ലാഹ ലാ യസ്തഹി അൻ യദ്രിബ മസലം മാ ബഊള. സുബ്ഹാനല്ലാഹ്. എന്തിനാണ് ഈ ഉമിനീര് കയറ്റി വിടുന്നത്? നമ്മളെ രക്തത്തിനൊരു പ്രത്യേകത ഉണ്ട്. രക്തം കണ്ട് പൊടിഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഇവിടെ ചോര പൊട്ടിക്കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ ഒരു പാട വരും അല്ലേ, രക്തം കട്ടയാവും. അപ്പോൾ പിന്നെ അങ്ങോട്ട് ഒഴിയൂല. അപ്പോൾ അല്ലാഹു തആല രക്തം വാർന്ന് മനുഷ്യന്മാർക്ക് മരണം വരാതിരിക്കാൻ വേണ്ടി ഉണ്ടാക്കി വെച്ച ഒരു സംവിധാനമാണ് ഈ രക്തം കട്ടയാവുക എന്നുള്ള സംവിധാനം. അതായില്ലെങ്കിൽ പ്രശ്നമാണ്, രക്തം കട്ടയായില്ലെങ്കിൽ പ്രശ്നമാണ്, ഒന്നായിട്ട് ഒഴിഞ്ഞു പോകും. അപ്പോൾ പെട്ടെന്നൊരു പാടങ്ങോട്ട് വന്നിട്ട് ആ രക്തം അവിടെ അങ്ങോട്ട് കട്ടയാകും. ആ രക്തം കട്ടയായി കഴിഞ്ഞാൽ കൊതുകിന് ഏത് ഈബിയ കിട്ടൂല, ചോര കിട്ടൂല. അപ്പം ആദ്യം ഇതാണ് കയറ്റി വിട്ടാൽ ഇതതിനുള്ള മരുന്ന. നോക്കുങ്ങൾ, ഇതിനെയാണ് ഭയങ്കര അത്ഭുതമായിട്ട് ആൻറ്റി കോ ആഗ്യുലേറ്റ് എന്നാ പറയുന്നത്. കോ ആഗ്യുലേറ്റ് എന്ന് പറഞ്ഞാൽ രക്തം കട്ട പിടിപ്പിക്കുക എന്നാ. ആൻറ്റി കോ ആഗ്യുലേറ്റ്, രക്തം കട്ട പിടിപ്പിക്കുന്നതിനെതിരെയുള്ള മരുന്ന്. രക്തം അവിടെ കട്ട പിടിക്കരുത്, വെള്ളമായിട്ട് കിട്ടണം, അതിനു വേണ്ടിയുള്ള സംവിധാനമാണ്. ഇപ്പോൾ ഈ ബ്ലോക്കൊക്കെ ഉള്ളവർക്ക് ഈ ഗുളികയെ കൊടുക്കുക, രക്തം കട്ട പിടിക്കാതിരിക്കാനുള്ള ഗുളിക. അതുകൊണ്ട് അവർക്ക് മുറിവ് പറ്റാതെ നോക്കണം എന്നൊക്കെ പറഞ്ഞു. ആ ശാസ്ത്രത്തിൽ പയറ്റിയത് ഈ കൊതുകിൻ്റെ ഉമിനീരിലെ ഹിക്മത്ത് എന്താന്ന് നോക്കിയിട്ട് അതാണത്രേ. ഞാൻ ഇന്നലെ അടിച്ചു നോക്കിയപ്പോൾ ഇപ്പോൾ AI പറയുന്നത് അതാണ്. ഈ മരുന്ന് കണ്ടെത്തിയത് കൊതുകിൻ്റെ ഉമിനീരിലുള്ള ഘടകം എന്താന്ന് നോക്കിയിട്ടാണ് ഇത് വികസിപ്പിച്ചെടുത്തത്. മസലം ഇതിനെപ്പറ്റി അവര് പറഞ്ഞത്, ഈ പൊട്ടന്മാർ പറഞ്ഞത് എന്താ പഠിച്ചോനെ ഈ പറയുന്നത്? കൊതുകിൻ്റെ വർത്താനം. കടിയേറ്റ ശേഷം നമ്മുടെ ശരീരത്തിൽ ചൊറിച്ചിലുണ്ടാകും. അത് ഈ ഉമിനീര് കൊണ്ടാണ് എന്ന് മനസ്സിലാക്കരുത് എന്നാണ് ശാസ്ത്രം പറയുന്നത്. അത് നമ്മുടെ ശരീരത്തിലുള്ള ഈ പ്രതിരോധം ഉണ്ടല്ലോ നമ്മുടെ ശരീരത്തിൽ, ആ പ്രതിരോധ സംവിധാനം വർക്കൗട്ട് ആകുകയാണ്. അപ്പോഴാണ് ഈ ചൊറി വരുന്നത്. ചുരുക്കി അങ്ങോട്ട് പറഞ്ഞാൽ, ഇതൊക്കെ അങ്ങോട്ട് ഇരുന്ന് ആലോചിക്കുമ്പോൾ കൊതുക് എന്ന് പറഞ്ഞാൽ ജീവിക്കുന്ന ഒരു നാനോ ടെക്നോളജി മെഷീനാണ് അല്ലേ? ഇനി പറയാതിരിക്കാൻ പറ്റൂല. അതിസൂക്ഷ്മ സാങ്കേതിക യന്ത്രമാണ് സത്യത്തിൽ കൊതുക് എന്ന് പറഞ്ഞത്. ഈ ഒരു ചെറിയ ജീവി മനുഷ്യൻ ഇന്ന് വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പല സാങ്കേതിക ആശയങ്ങളും അള്ളാഹു ഈ ചെറിയ ജീവിയില് ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പേ അതിസൂക്ഷ്മമായി പ്രവർത്തിപ്പിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് കേൾക്കുമ്പം അള്ളാഹുവിന്റെ കലാമിന് മുമ്പില് നമ്മൾ തലകുനിക്കേണ്ടി വരികയാണ്. ഇന്നല്ലാഹ ലാ യസ്തഹി അൻ യദ്രിബ മസലം മാ ബഊള ഫമാ ഫൗഖഹാ. അതിന് എന്തൊരു വിവരാണ്, അതിന്റെ അടിസ്ഥാനം നോക്കുങ്ങള്. 2 കിലോമീറ്റർ അപ്പുറത്ത് നോക്കുക, അതിന് പറ്റിയ ഇരകളെ അത് വേഗം മനസ്സിലാക്കുന്ന. എല്ലാ മനുഷ്യന്മാരെയും കൊതുക് അങ്ങനെ കടിക്കൂല, ചിലരെ നല്ലോണം കടിക്കും. എന്നെ നല്ലോണം കടിക്കും, നിങ്ങളെ എങ്ങനെയാണെന്നറിയില്ല, എന്നെ നല്ലോണം കടിക്കും. ചില ആളുകൾ അങ്ങനെ കടിക്കൂല കൊതുക്. അതെ അതെ, കടിക്കാത്തവരുണ്ട്. ഓലെങ്ങനെ വന്ന് പറന്ന് നോക്കിയിട്ട് ഇങ്ങനെ പോകും. കാരണം അത് ഓൽക്ക് പറ്റിയ സാധനമല്ല. അപ്പം അവരിങ്ങോട്ട് വിട്ടിക്കുകയാണ് നമ്മളെ നല്ലോ. ഞാനൊരിക്കൽ എൻ്റെ കൂട്ടുകാരനോട് ഇങ്ങനെ ഇരിക്കുമ്പോൾ എന്നെ മാത്രം കടിക്കുക, അപ്പനെ ഒറ്റൊന്നും കടിക്കണില്ല. അപ്പം ഞാൻ ചോദിച്ചു, ഇതെന്തൊരു സംവിധാനമാണ്, എന്നെ മാത്രം കട. അപ്പം ഇപ്പം പറയാം, ഈ ചീഞ്ഞതേ തീറ്റങ്ങൾക്ക് പറ്റുള്ളൂ, ചീഞ്ഞ ചോരയെ തീറ്റങ്ങൾക്ക് പറ്റുള്ളൂ എന്ന്. അപ്പം ഞാൻ തിരിച്ചു പറഞ്ഞു, കൊതുകിന് പോലും കുടിക്കാൻ പറ്റാത്തത് അങ്ങളെ ചോരാന്നാ തോന്നുന്നു.
കാരണം കൊതുക് തന്നെ പെടൂല. ഇപ്പോൾ നമ്മൾ ഈ കൊതുക്, ഈച്ച അതൊക്കെ കണ്ടില്ല നിങ്ങൾ, ഈ മരുന്നിട്ട സാധനത്തിൽ വന്നിരിക്കൂല. മരുന്നിട്ട മാമ്പഴത്തിലൊന്നും ആ സാധനം വന്നിരിക്കൂല. നല്ല ബുദ്ധിയാണ്. അപ്പോൾ എന്നുപോലെ ഓൽക്ക് പറ്റിയുമ്പോലേ ഒരു വന്നിരിക്കുള്ളൂ. അത് നമ്മൾ തമാശ അറിഞ്ഞതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇത് വലിയൊരു സംഭവമാണ്. അപ്പം അതിൻ്റെ അടിസ്ഥാനത്തിൽ അള്ളാഹു ഇത് പറഞ്ഞത്, ഇന്നല്ലാഹ ലാ യസ്തഹി അൻ യദ്രിബ മസലൻ മാ ബഊലതൻ ഫമാ ഫൗഖഹാ ഫഅമ്മല്ലദീന ആമനൂ. അതേസമയം വിശ്വാസമുള്ള ആളുകൾ, യഥാർത്ഥ വിശ്വാസമുള്ള ആളുകൾ, ഫയഅലമൂന, അവർ തിരിച്ചറിയും, അന്നഹുൽ ഹഖ്ഖു മിർ റബ്ബിഹിം, ഇതവരുടെ പടച്ചോൻ പറഞ്ഞ സത്യമാണ്. അള്ളാഹു കൊതുകിനെ പറ്റി പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൊതുക് ഒരു സംഭവമായിരിക്കും. അപ്പോൾ അവർ അന്വേഷണം നടത്തും. അവരാദ്യം തന്നെ അങ്ങ് തള്ളിക്കളയാൻ നിൽക്കൂല, പരിഹസിക്കാൻ നിൽക്കൂല. അവരാദ്യം ആലോചിക്കും, പിന്നീട് സത്യം അംഗീകരിക്കും. ഇതായിരിക്കും മുഅ്മിനീങ്ങളുടെ അവസ്ഥ. വഅമ്മല്ലദീന കഫറൂ, അതേസമയം സത്യനിഷേധികൾ, നന്ദികെട്ട വർഗം, പടച്ചോനെ ഓർമ്മയില്ലാത്തവർ, ഫയഖൂലൂന, അവർ മക്കാറാക്കി പറയും, മാദാ അറാദല്ലാഹു ബിഹാദാ മസല, ഇതുകൊണ്ടൊക്കെ അള്ളാഹു, ഈ ഉദാഹരണം കൊണ്ടൊക്കെ അള്ളാഹു എന്താണാവോ ഉദ്ദേശിച്ചത്? ഇത് അറിവ് നേടാനുള്ള ചോദ്യമല്ല, ഇത് മക്കാറാക്കുക എന്നാ പറയാം, പരിഹസിക്കല. മാദാ അറാദല്ലാഹു ബിഹാദാ മസല. സലഫു സാലിഹീങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു മഹാൻ, ഖാല ബഅദു സലഫ് റളിയല്ലാഹു അൻഹു, ഒരു മഹാൻ പറയാണ്, ഇദാ സമിഅതുൽ മസല ഫിൽ ഖുർആനി ഫലം അഫ്ഹംഹു, ഞാൻ ഖുർആനിൻ്റെ ഒരു മസല്, ഖുർആൻ പറഞ്ഞ ഒരു ഉദാഹരണം, ഇപ്പോൾ കൊതുകാവട്ടെ, ഈച്ചയാവട്ടെ, തേനീച്ചയാവട്ടെ, എന്തായാലും ഖുർആൻ ഒരു ഉദാഹരണം പറഞ്ഞിട്ട് എനിക്കത് മനസ്സിലായിട്ടില്ലെങ്കിൽ ബക്കൈതു അലാ നഫ്സി, ഞാൻ എന്നെക്കുറിച്ച് ഓർത്ത് ലജ്ജ കൊണ്ട് കരയും. ഞാൻ എന്നെക്കുറിച്ച് ഓർത്ത് ലജ്ജ കൊണ്ട് കരയും. കാരണം ലി അന്നല്ലാഹ യഖൂൽ, അല്ലല്ലേ പറയണത്, വതിൽകൽ അംസാലു നദ്രിബുഹാ ലിന്നാസി വമാ യഅഖിലുഹാ ഇല്ലൽ ആലിമൂൻ. ഈ ഉദാഹരണങ്ങളൊക്കെ ഞാൻ കൃത്യമായി പറയുന്നത് മനുഷ്യർക്ക് വേണ്ടിയാണ്, അവർക്ക് മനസ്സിലാകാൻ വേണ്ടിയാണ്. വമാ യഅഖിലുഹാ ഇല്ലൽ ആലിമൂൻ, അന്തമുള്ളവർക്കല്ലാതെ എൻ്റെ ഉദാഹരണങ്ങൾ മനസ്സിലാവില്ല. വമാ യഅഖിലുഹാ ഇല്ലൽ ആലിമൂൻ. ഷെയ്ഖ് ഷഅറാവിയോട്, മുഹമ്മദ് മുത്തവല്ലി ഷഅറാവിയോട് ഒരു ചോദ്യം ചോദിക്കേണ്ട ഒരു ക്ലാസ്സിൽ, എന്തുകൊണ്ടാണ് ഈ രഹസ്യങ്ങളൊക്കെ, ഇപ്പോൾ കൊതുകിലും മൂട്ടയിലും ഇതിലൊക്കെ വെച്ചിട്ടുള്ള ഈ രഹസ്യങ്ങളൊക്കെ എന്തുകൊണ്ടാണ് എല്ലാവർക്കും അറിയാത്തത്? അപ്പോൾ മഹാനവറുകൾ അതിന് ഓതിയ ആയതാണ്, വമാ യഅഖിലുഹാ ഇല്ലൽ ആലിമൂൻ, ശാസ്ത്രജ്ഞർക്കല്ലാതെ അതറിയില്ല. അപ്പം അങ്ങനെ അർത്ഥം വെച്ച് റെഡിയാണ്, അർത്ഥം റെഡിയാണ്. അതിനെപ്പറ്റി അറിയുന്നവർക്കല്ലാതെ അതറിയില്ല. അതുകൊണ്ടാണ് ഇതിനെപ്പറ്റി അറിയുന്ന സയൻസ് പറഞ്ഞപ്പോൾ നമ്മൾ അന്തം വിട്ടത്. അല്ലെങ്കിൽ നമുക്കൊക്കെ കണക്കാണ് അല്ലേ? നമുക്കൊക്കെ കണക്ക്. അത്ര വലിയൊരു സംവിധാനം ഇവിടെ നടക്കുന്നുണ്ട്, ഇത്ര വലിയ കൃത്യമായ സംവിധാനങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട് എന്ന് നമ്മൾ ആലോചിച്ചില്ലല്ലോ. പ്രിയപ്പെട്ട കൂട്ടുകാരെ, രണ്ട് ചോദ്യവും ഒരുപോലെയാണ്. എന്തിനാ ഈ ഉദാഹരണം? റബ്ബ് പറഞ്ഞത് എന്തോ വലിയ പാഠം ഉണ്ടാവും. മുഅ്മിനീങ്ങൾ അങ്ങനെയാണ്. എന്തായിരിക്കും പടച്ചോൻ ഈ ഉദാഹരണം കൊണ്ടൊക്കെ പറഞ്ഞത്, ഉദ്ദേശിച്ചത്? മക്കാറാക്കലാണ് കാഫിറുകളുടെ പ്രയോഗത്തിൻ്റെ അർത്ഥം.